തലസ്ഥാന നഗരസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഒന്നായ പട്ടികജാതി വായ്പാ സബ്സിഡി തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിലെ മുഖ്യപ്രതിയും മുൻ SC പ്രൊമോട്ടറുമായ എസ് സിന്ധു വിജിലൻസിന്റെ പിടിയിലായതോടെ പുറത്തുവരുന്നത് അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ്. നിർധനരായ പട്ടികജാതി വിഭാഗക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്ത ഈ സംഘം വർഷങ്ങളായി കോർപ്പറേഷന്റെ താഴെയാണ് തഴച്ചു വളർന്നത്. ഏറ്റവും ഒടുവിൽ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 75 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിലാണ് സിന്ധുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2021-22 സാമ്പത്തിക വർഷത്തിൽ സംരംഭക ഗ്രൂപ്പുകൾക്ക് സബ്സിഡിയായി നൽകേണ്ടിയിരുന്ന തുകയാണ് പ്രതി സ്വന്തം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. സംരംഭകർക്ക് പണം നൽകിയെന്ന് വിശ്വസിപ്പിക്കാൻ വ്യാജ ഗുണഭോക്തൃ പട്ടികയും രേഖകളും ഇവർ നിർമ്മിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി വായ്പാ സബ്സിഡി തട്ടിപ്പിനായി സിന്ധുവും സംഘവും സ്വീകരിച്ച പ്രവർത്തന രീതികൾ അങ്ങേയറ്റം ആസൂത്രിതമായിരുന്നു. ഇതിനായി പ്രധാനമായി 3 മാർഗങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരെ പട്ടികജാതി ഉപഭോക്താക്കളായി ചമയ്ക്കാൻ താലൂക്ക് ഓഫീസുകളുടെ പേരിൽ വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചതായിരുന്നു ഇതിൽ ആദ്യത്തേത്. ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് പിന്നീട് തെളിഞ്ഞത്. കൂടാതെ വിവിധ സഹകരണ ബാങ്കുകളെയും സൊസൈറ്റികളെയും മറയാക്കി ഗുണഭോക്താക്കൾക്ക് വായ്പ നൽകിയെന്ന വ്യാജരേഖകൾ സൃഷ്ടിക്കുകയും അതിലൂടെ ലഭിക്കുന്ന സർക്കാർ സബ്സിഡി തുക പ്രതികളുടെ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റുകയും ചെയ്തു പോന്നു. ഇതിനു പുറമെ സാധാരണക്കാർ വിവിധ ആനുകൂല്യങ്ങൾക്കായി കോർപ്പറേഷനിൽ സമർപ്പിച്ച ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള തിരിച്ചറിയൽ രേഖകൾ കൈക്കലാക്കി അപേക്ഷകർ പോലും അറിയാതെ അവരുടെ പേരിൽ ലോണുകൾ പാസാക്കിയെടുത്ത് സബ്സിഡി തുക പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. നിലവിൽ അറസ്റ്റിലായ 75 ലക്ഷം രൂപയുടെ കേസിന് പുറമെ സിന്ധു പ്രതിയായ മറ്റ് പ്രധാന കേസുകൾ പരിശോധിക്കുമ്പോൾ കോടികളുടെ തട്ടിപ്പാണ് പുറത്തുവരുന്നത്. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പാ സബ്സിഡിയിൽ നടത്തിയ 1.26 കോടി രൂപയുടെ ക്രമക്കേട്, ജനറൽ വിഭാഗം വനിതകൾക്കായുള്ള പദ്ധതിയിൽ നടത്തിയ 1.14 കോടി രൂപയുടെ തട്ടിപ്പ്, കൂടാതെ സമാന രീതിയിൽ 3.57 കോടി രൂപ വെട്ടിച്ച മറ്റൊരു കേസ് എന്നിങ്ങനെ കേസുകളുടെ ഒരു പരമ്പര തന്നെ ഇവർക്കെതിരെയുണ്ട്. മൊത്തത്തിൽ കണക്കാക്കിയാൽ ഏകദേശം 10 കോടിയോളം രൂപയുടെ സാമ്പത്തിക വെട്ടിപ്പുകൾ ഈ സംഘം നടത്തിയിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ തട്ടിപ്പ് സിന്ധു എന്ന പ്രൊമോട്ടർക്ക് മാത്രം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നതല്ലെന്ന ആക്ഷേപം ശക്തമാണ്. വ്യാജരേഖകൾ പരിശോധിക്കാതെ പണം പാസാക്കിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കും വ്യവസായ വകുപ്പിലെ ചിലർക്കും ഇതിൽ പങ്കുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. മ്യൂസിയം പോലീസ് ആദ്യം അന്വേഷിച്ച കേസിൽ പിന്നീട് ഗൗരവം പരിഗണിച്ച് വിജിലൻസിന് കൈമാറുകയായിരുന്നു. ഈ വൻ അഴിമതിയെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നതോടെ വലിയ ജനരോഷം ഉയരുകയും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എന്നിരുന്നാലും വർഷങ്ങളോളം കേസ് ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ വിജിലൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 കേസ് ഏറ്റെടുത്തതോടെയാണ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങിയത്. അർഹരായ പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ വ്യാജരേഖകൾ ഉണ്ടാക്കി കവർന്നെടുക്കാൻ ഇത്തരം സംഘങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സുതാര്യതയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വർഷങ്ങളായി നടന്ന ഈ വൻ അഴിമതി കേവലം ഒരു വ്യക്തിയുടെ മാത്രം ബുദ്ധിയല്ല, മറിച്ച് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകളുടെയും കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളുടെയും അഭാവത്തിന്റെയും ഫലം കൂടിയാണ്. മുഖ്യപ്രതിയായ സിന്ധുവിന്റെ അറസ്റ്റോടെ തട്ടിപ്പിന്റെ കൂടുതൽ കണ്ണികൾ പുറത്തുവരുമെന്നാണ് വിജിലൻസ് കരുതുന്നത്. സിസ്റ്റത്തിലെ പഴുതുകൾ അടയ്ക്കുകയും ഗുണഭോക്തൃ പട്ടിക കൃത്യമായി ഓഡിറ്റ് ചെയ്യുകയും ചെയ്യാതെ ഇത്തരം സ്മാർട്ട് തട്ടിപ്പുകൾക്ക് വിരാമമിടാൻ കഴിയില്ല.